ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായ അറഫ സംഗമത്തിനുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടക ലക്ഷങ്ങൾ. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇതിനോടകം അറഫയിലെത്തി. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ചേരുന്നു. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിലാണ് തീർത്ഥാടകർ ഇപ്പോഴുള്ളത്. ഇന്നലെ രാത്രി മുതൽ തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അറഫയിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്കൊക്കെ തീർത്ഥാടകർ കടക്കുക. ഇന്ന് ഉച്ചയ്ക്ക് അറഫയിലെ ചരിത്രപ്രസിദ്ധമായ നമിറ പള്ളിയിൽ നടക്കുന്ന നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അലി അൽ ഹുദൈഫി നേതൃത്വം നൽകും. തീർത്ഥാടകരെല്ലാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെല്ലാം ഏതാണ്ട് ഉച്ചയോടെ തന്നെ അറഫയിൽ എത്തിച്ചേരും. എനിക്കൊപ്പം ചില മലയാളി തീർത്ഥാടകർ ചേരുകയാണ്. എപ്പോഴാണ് നിങ്ങളൊക്കെ അറഫയിൽ എത്തിയത്? ഇന്നലെ രാത്രി ആണ് മിനയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് അറഫയിലെത്തിയത്. അൽഹംദുലില്ലാ, മിനയിലെ താമസത്തിന് ശേഷം യൗമുൽ തറീബയ്ക്ക് ശേഷം ഇന്ന് യൗമുൽ അറഫയിൽ ശുദ്ധമായ ഹജ്ജിൻ്റെ ഏറ്റവും സാകല്യതയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, തൊട്ടടുത്ത് ജബലുർ റഹ്മയുണ്ട്, തൊട്ടിപ്പുറത്ത് മസ്ജിദ് നമീർ കാറ്റഗറി സംവിധാനത്തിലാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഹാജിമാർ ഇപ്രാവശ്യം അറഫയിൽ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ മധ്യാഹ്നം, ഇന്നത്തെ ളുഹർ ബാങ്കിന് ശേഷമുള്ള അറഫ ആരംഭിക്കുന്ന സമയം മുതൽ ഇൻഷാ അല്ലാഹ് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ഇവിടുന്ന് നേരെ മുസ്തലിഫയിലേക്ക് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഏതായാലും ഹജ്ജിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മമാണ് അറഫ സംഗമം. ഇന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഈ സംഗമം അവസാനിച്ച് തീർത്ഥാടകർ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങും. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ഏതാണ്ട് 14 കിലോമീറ്ററാണ് ദൂരം. തീർത്ഥാടകർ ഒക്കെയാണ് ഈ മുസ്ദലിഫയിലേക്ക് നീങ്ങുക. ഇന്ന് രാത്രി തീർത്ഥാടകർ മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും താമസിക്കുക. നാളെയാണ് മിനായിൽ ജംറയിലെ കല്ലേർ കർമ്മം ആരംഭിക്കുന്നത്. കല്ലേർ കർമ്മത്തിനുള്ള കല്ലുകൾ ശേഖരിക്കുന്നത് ഇന്ന് രാത്രി മുസ്ദലിഫയിൽ നിന്നായിരിക്കും. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.